ഹായ് ഹലോ വെൽക്കം ബാക്ക്. എന്തെല്ലാം എല്ലാവരെയും വിശേഷം? സുഖം തന്നെ എല്ലായിരിക്കും. നമുക്കെല്ലാം സുഖം തന്നെ കേട്ടോ. ഇതിപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഒരു ചെറിയൊരു ഷോപ്പിങ്ങും കൂടി ഉണ്ട്. നമ്മൾ ഇരട്ടിക്കെല്ലാം ഒന്ന് പോയിട്ടുണ്ടേനു. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക എന്തെല്ലാം എന്നുള്ളത്. ഇതിപ്പോൾ ഇതാ രാവിലെ എണീച്ചേരെയുള്ളൊരു വ്യൂ ആണ്. ജനലിൻ്റെ ഉള്ളിലോട്ട് നോക്കുമ്പോൾ ഇതാ മഴയെല്ലാം പെയ്ത് നന്നായിട്ട് ചോർന്നിട്ടെല്ലാം ഉണ്ടായിരുന്നേ. കുറേ സമയം കടന്നിട്ട് എണീച്ച് പിന്നെ താഴെ പോകണമെന്ന് വിചാരിച്ച്, എന്നാൽ പിന്നെ വേണ്ട കുറച്ചുകൂടി കിടക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കടന്ന് ഇതാ പിന്നെ വലിയ കുട്ടികളെല്ലാം എണീച്ചതിന് ശേഷം താഴേക്ക് പോകുന്നത്. കുട്ടികളെ പല്ലേക്കലും പിന്നെ രാവിലത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് മേലെ തന്നെ പിടിച്ച് അങ്ങനെ ചെയ്യിപ്പിക്കുക. പിന്നെ അല്ലെങ്കിൽ പിന്നെ താഴെ പോയി കഴിഞ്ഞാൽ ഓടിക്കളിയായിരിക്കും, കിട്ടൂല. എൻ്റെ പുറക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പറയേ വേണ്ട കേട്ടോ. അവിടെ എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ ഇവർ ഭയങ്കര കുരുത്തക്കടലായിരിക്കുവേ. അപ്പോൾ ഇതാ താഴെ വന്നൊരു ഇതാ ഇവൾ ഇടുന്നിട്ട് എന്തെല്ലോ കളിക്കുന്നുണ്ട്. എന്തിനോ ദേഷ്യം പിടിച്ച് കരയുന്നതിനോ കേട്ടോ. ഞാൻ അന്നേരം ഫോൺ എടുത്തിട്ട് ഇതാ അതിൻ്റെ വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ ഒന്ന് ചിരിക്കുന്ന കേട്ടോ. ഓക്കെ ഇഷ്ടമായിട്ടാ വീഡിയോ എടുക്കാൻ. എൻ്റെ വീഡിയോ മര്യാദയ്ക്ക് കാണുന്ന ഒരാളുള്ളൂ കേട്ടോ. പിന്നെ ഇതാ വെറുതെ ഒന്ന് മുറ്റത്തൊട്ടിലൊന്നും നടന്നിട്ട് കുട്ടികളെല്ലാം പുറത്തുനിന്ന് കളിക്കുന്നുണ്ടേനു. പിന്നെ ഇവരിതാ ഇവിടുന്ന് വണ്ടി കയറിയിട്ടും പിന്നെ മുറ്റത്തുനിന്നും അങ്ങനെ ഇങ്ങനെയെല്ലാം കളിക്കുന്നുണ്ട്. ഓളെന്നെ കാണുമ്പോൾ ചിരിക്കുന്നുണ്ട്. ഓൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ എടുക്കുന്നതല്ല. ഓളാന്ന് എൻ്റെ മെയിൻ സപ്പോർട്ടർ കേട്ടാ. ഓളെൻ്റെ വീഡിയോ മെയിനായിട്ട് കാണുന്ന ഒരാളുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടെ കണ്ടുകൊണ്ട് നിൽക്കും. ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴും ഓണാക്കിയിട്ട് ഓളാട്ടാ കാണുക. പിന്നെ രാവിലത്തെ ക്ലീനിങ്ങും ഫുഡ് കഴിക്കലും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ കുളിയും മാറ്റലും എല്ലാം കഴിഞ്ഞിട്ട് ഇത് നമ്മൾ മേലെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് ഇരുട്ടിക്ക് പോകാനുണ്ട്. അപ്പോൾ കുട്ടികൾ കാണാണ്ട് വേണം പോകാനേ. അതിനെ കൂട്ടുന്നുണ്ട്. ബാക്കി നൂഹനെയോ ഇതിനൊന്നും കൂട്ടുന്നില്ല. അവർ കാണാണ്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പം മേലേക്ക് വന്നിട്ട് നമ്മൾ ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് പോകാൻ നോക്കുന്ന കേട്ടോ. എനിക്കൊരു ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ കുട്ടികളെല്ലാവരും കൂട്ടിയിട്ട് പോയി കഴിഞ്ഞാൽ നടക്കൂല എന്തായാലും. പിന്നെ നമ്മൾ വണ്ടിയിലല്ലേ പോകുന്നത്, നമ്മൾ ബസ്സിലാട്ടോ പോകുന്നത്. ഇതുവരെ ഞാൻ പ്രിയദർശിനി കയറിയിട്ടില്ല. ആ ബസ് ഫ്രീ സർവീസ് അയക്കേണ്ടി ഇതുവരെ കയറിയിട്ടില്ല. എനിക്ക് ഇന്നെങ്കിലും കയറണം എന്നുള്ള ആഗ്രഹം കൊണ്ടായിട്ട് പോകുന്നത്. കാരണം എപ്പോൾ പോകാൻ നോക്കിയാൽ എന്തെങ്കിലും ആയിട്ട് മുടങ്ങുവേ. അപ്പോൾ ഇന്ന് നമ്മൾ മാത്രമായിട്ട് ഇരട്ടിക്കൊക്കെ പോക്കാം. പിന്നെ ആദ്യം എന്തെല്ലോ ചെറിയ സാധനം മേടിക്കാനുണ്ട്, കുടയും ഇങ്ങനത്തെ എല്ലാം എനിക്ക് വേണ്ടിയിരിക്കും. പക്ഷെ അവനിടയ്ക്കിടെ എനിക്ക് എന്തെങ്കിലും മേടിക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് പോകുന്നതാണ്. നമ്മൾ ഇറങ്ങുന്ന സമയത്ത് എന്തോ കാലക്കെട്ടിന് ഭയങ്കര മഴയേനോട്ട് നമ്മൾ കുടയൊന്നും എടുത്തിട്ടില്ലേനു. അങ്ങനെ പെട്ടെന്ന് ഓടി ടൗണിലവിടെ വന്ന് നിൽക്കട്ടെ ചെയ്തത്. കാരണം കണ്ടു കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ വേക്കി തന്നെ ഓടുമല്ലോ. അതുകൊണ്ട് പിന്നെ കുറേ സമയം മഴ ചോരാൻ നിൽക്കാനും കഴിയില്ല. അപ്പോൾ പിന്നെ വേഗം ഓടി വന്നേ. പിന്നെ പ്രിയദർശിനിക്ക് കാത്തിക്കാൻ നിന്നില്ല. നമ്മൾ ഫസ്റ്റ് വന്ന ബസ്സിൽ തന്നെ കയറിയിട്ട് ഇങ്ങനെ തന്നെ എപ്പോൾ ഉണ്ടാകുക. എപ്പം കയറണം എന്ന് വിചാരിക്കും, എന്തെങ്കിലും കയറ്റി മുടങ്ങുക. ഇന്ന് എനിക്ക് അവളോട് പറയുന്നത് നമുക്ക് തിരിച്ചു വരുമ്പോൾ എന്തായാലും പ്രിയദർശിനിക്ക് തന്നെ വരണം. നമുക്ക് ഒരിക്കലും കയറണം. ഇപ്പോൾ അടുത്തായിട്ട് നിർത്തിയതിനെ പിന്നെ എനിക്ക് ഭയങ്കര തീരാത്ത സങ്കടമായിപ്പോൾ. അങ്ങനെ ഉണ്ടാവില്ല, നമുക്ക് ഫ്രീ ആയിട്ട് 13 ഉറുപ്പ്യൻ്റെ കേസേ ഉള്ളൂ. പക്ഷെ എന്നാലും നമുക്കൊരു സന്തോഷമല്ല അതിൻ്റെ അടുത്ത് കയറി. എല്ലാവരും കയറി, ഞാൻ മാത്രം കയറിയിട്ടില്ല എന്നുള്ള സങ്കടം ഇട്ടാൽ എനിക്ക്. അപ്പോൾ അങ്ങനെ ഞാൻ അതിൻ്റെ അടുക്ക് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിൽ കയറി കേട്ടോ. ഷാദിയിൽ അവിടെ പോയി ഡ്രസ്സ് എടുത്ത് കേട്ടോ. ഞാനൊരു ചുരിദാർ എടുത്തിന്, അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ തലാലിൽ വന്ന് തലാലിൽ നിന്ന് എനിക്ക് വേണ്ട സാധനങ്ങളിൽ എടുത്തേ. കുടയും പിന്നെ കുറച്ച് ക്രയോൺസും എല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നു അവന്. പിന്നെ കുറച്ച് സാധനങ്ങളെല്ലാം മേടിക്കാനുണ്ടായിരുന്നു താഴേന്ന് ഗ്രോസറിയിൽ നിന്ന്. അവൻ മേടിച്ച് പിന്നെ നമ്മൾ തിരിച്ച് പോക്കാം. കുട കണ്ടിങ്ങനെ പിടിച്ച് നിന്നിട്ട് 2-3 ദിവസം ഇങ്ങനെ ഇട്ടതിന് ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പിൽ കാത്ത് നിന്നിട്ട് അതാ കുറേ ബസ് പോകുന്നു. നമ്മൾ കയറിയിട്ടില്ല കേട്ടോ. പ്രൈവറ്റ് ബസ് നമ്മൾ KSRTC കയറുമെന്നും വിചാരിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കേട്ടോ. അങ്ങനെ ഒരു ബസ് അങ്ങനെ വരുന്നുണ്ടേ. ഈ സമയത്ത് അങ്ങനെ മഴയൊന്നും ഇല്ലേനു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് നിന്ന് കേട്ടോ, വരട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെ. പിന്നെ KSRTC വന്ന് അപ്പോൾ അതിന് കയറി കേട്ടോ. പിന്നെ വേറൊരു കോമഡി ഉണ്ട്. നമുക്ക് രണ്ടാക്കും പൈസ വേണ്ട, KSRTCക്ക് മോനിക്ക് വേണം കേട്ടോ. പക്ഷെ എന്നാലും അത് അറിയേനു. എന്നാലും നമുക്കൊന്ന് ഫ്രീ ആയിട്ട് കയറണേനു എന്നുണ്ടേനു. എല്ലാവരും കയറി കഴിഞ്ഞില്ലേ, അപ്പം നമുക്കും കയറണം എന്നുള്ള ഇതുകൊണ്ട് അങ്ങനെ കയറിയതാ. അങ്ങനെ എൻ്റെ ഒരു ആഗ്രഹം അങ്ങ് നടന്നു കേട്ടോ. പിന്നെ നമ്മൾ വീട്ടിലെത്തുമ്പോൾ തന്നെ കുട്ടികളെല്ലാം കാത്തു നിന്നിട്ടുണ്ടേനു. രണ്ടാളും നൂഹ ഉറക്കേനു. പിന്നെ ഐതിയുടെ ഇങ്ങനെ നിന്നിട്ടുണ്ടേനു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം പപ്സ് കേട്ടോ. അപ്പോൾ ഞാൻ പപ്സ് കൊണ്ട് കൊടുത്തിട്ട് പിന്നെ അല്ലെങ്കിൽ പോയി വന്നപാട് എന്തിനാ പോയി എന്നെ കൂട്ടാണ്ട് എന്നുള്ള സങ്കടം ഇരിക്കുവേ. അപ്പോൾ ഇത് കൊടുത്തരാങ്ങില്ലാണ്ടായി. പിന്നെ നമ്മൾ ചായ കുടിക്കലാണ്. ചായ കുടിച്ച് കഴിഞ്ഞ് പിന്നെ നിസ്കാരവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞാട്ടാ. പിന്നെ ഒരു മഗ്‌രിബെല്ലാം കഴിഞ്ഞാൽ കിച്ചണിലേക്ക് ഇറങ്ങിയിട്ടുണ്ടേനേ. പിന്നെ മീൻ കിട്ടിയിട്ടുണ്ടേനേ. മറ്റേ നമ്മളെ പിയാപ്പിള മീനില്ല അതിന് കേട്ടോ. അപ്പോൾ അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കരന്നിട്ട് മസാലയെല്ലാം തേച്ച് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഇടുന്നതാണേ. പിന്നെ നമുക്ക് ഫുഡ് ദോശയും എന്നതിനൊപ്പം ഇത് ഫ്രൈ ചെയ്തേയും പിന്നെ വേറെ എന്തോ ഒരു കറിയും ഉണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയില്ല കേട്ടോ എന്നാന്നുള്ള. പിന്നെ അപ്പം അതെല്ലാം ആക്കി കേട്ടോ. അതെല്ലാം പെട്ടെന്ന് ആക്കി അപ്പോഴത്തേക്ക് ഉള്ളെല്ലാം ക്ലീൻ ആക്കുന്നുണ്ടായിരുന്നു. കുട്ടികളുള്ളതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ പൊടിയാവും കേട്ടോ ഉള്ളിലെല്ലാം.
പോള് ക്ലീൻ ആക്കുന്നുണ്ട്, ഇവളിവിടെ ഇരുന്നിട്ട് എന്തെല്ലോ പറയുന്നുണ്ട്. പിന്നെ നമ്മളെ കിച്ചണിലുള്ള പണിയും പിന്നെ ഉള്ളിലത്തെ പണിയെല്ലാം കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വന്ന് വെറുതെ ഇരുന്നിട്ടാണ് ഉള്ള. പിന്നെ ഇവർ കുറച്ച് കളിച്ച് പിന്നെ നമ്മളുടെ ഫുഡ് കഴിച്ച് പിന്നെ കിടക്കാൻ വേണ്ടിയിട്ട് മേലേക്ക് പോയേ. പിന്നെ ഇനിയിപ്പം മേലേന്ന് നമ്മൾ മേടിച്ച ചുരിദാർ ഇട്ട് നോക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് നോക്കലും പിന്നെ എങ്ങനെയുണ്ട്, ഇങ്ങനെയാണെന്നല്ല അങ്ങനെയെല്ലാം പറയലും കുറേ സമയം ഞാൻ ഉണ്ടാവും കേട്ടോ. നമ്മളെല്ലാം ഏകദേശം ഒരേപോലെ, ഞാനാ മൂത്തവരെ കട്ടിയ, എന്നാലും ഏകദേശം അടുത്തടുത്ത ഏജാണ്. അപ്പം നമ്മളെല്ലാം ഡ്രസ്സെല്ലാം ഏകദേശം ഒരേപോലെ നമുക്ക് വേണ്ടതും. അപ്പം അങ്ങനെ ഇട്ട് നോക്കലും കുറേ അതിനെപ്പറ്റി അഭിപ്രായം പറയലും അങ്ങനെയെല്ലാം ഉണ്ടാവും ഒരു ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞാൽ. പിന്നെ ഒന്നുമില്ല കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം കിടന്നതിനു. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇഷ്ടമാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പം നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ടെല്ലാം കാണുന്നവരെ ബൈ.